മാതാവേ, നീ ഒരു നിമിഷം എന്നെ അവിശ്വസിച്ചു. പാൽക്കടലിന്റെ തീരം. ദേവാസുരന്മാർ അമൃതിനു വേണ്ടി വഴക്കിടുകയാണ്. ദേവന്മാരും അവരുടെ ശക്തി ഒട്ടും കുറയ്ക്കുവാൻ തയ്യാറായില്ല. ഇരുവിഭാഗങ്ങളുടെയും കണ്ണുകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു സ്ത്രീ അവിടേക്ക് പ്രവേശിച്ചു. ദേവാസുരന്മാരെ, നിങ്ങൾ ശാന്തരാകുവിൻ. വേഗത്തോടെ നോക്കുക, അമൃതം എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ആ രൂപം ഇരുവിഭാഗങ്ങളെയും നിശബ്ദരാക്കി. അവൾ വശ്യതയാർന്ന സൗന്ദര്യവും ചലനങ്ങളും കൊണ്ട് ദേവാസുരന്മാരെ തന്റെ നിയന്ത്രണത്തിലാക്കി. അവൾ ദേവന്മാർക്ക് മാത്രമായി അമൃത് വിളമ്പാൻ തുടങ്ങി. ആസ്വദിക്കൂ. രാഹു എന്ന അസുരൻ ദേവന്റെ വേഷത്തിൽ ദേവന്മാർക്കിടയിൽ ഇരുന്നു. ഇത് സൂര്യചന്ദ്രന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇക്കാര്യം രഹസ്യമായി മോഹിനിയെ അറിയിക്കുകയും ചെയ്തു. മോഹിനിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: കാപട്യം കാണിക്കുന്നവർക്ക് ഇനി രക്ഷയില്ല. ഉചിതമായ ശിക്ഷ ലഭിക്കുന്നതാണ്. മഹാവിഷ്ണു തന്റെ സുദർശനത്താൽ രാഹുവിന്റെ ശിരസ് അമൃതിന്റെ ഒരു അംശം രാഹു കഴിച്ചിരുന്നതിനാൽ മരണം സംഭവിച്ചില്ല. അവൻ രൗദ്രഭാവത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നോക്കി. അവൻ സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുവാൻ മുന്നോട്ട് വന്നു. ഇതാണ് സൂര്യചന്ദ്രഗ്രഹണങ്ങളുടെ ഉത്ഭവകഥ. പന്തളം രാജാവ് പരിവാര സമേതം വേട്ടയ്ക്കായി കാട്ടിലേക്ക് പോയി. പമ്പാനദിയുടെ തീരത്ത് അത്ഭുതകരമായ ഒരു കാഴ്ച. വേട്ടയാടുക എന്ന ഉദ്യമത്തിൽ നിന്ന് രാജാവിനെ പിന്തിരിപ്പിച്ചു. അദ്ദേഹം കുഞ്ഞിനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. കുഞ്ഞിനെ റാണിയെ ഏൽപ്പിച്ചു. അവരുടെ സന്തോഷങ്ങൾക്ക് പിന്നീട് അതിരുണ്ടായിരുന്നില്ല. അനുഗ്രഹം തന്നെ കുഞ്ഞായി തന്നെ രാജ്ഞി വളർത്തി. കഴുത്തിൽ മണി കെട്ടിയതിനാൽ മണികണ്ഠൻ എന്ന് നാമകരണവും ചെയ്തു. സന്താനങ്ങളില്ലാത്തവർക്ക് ഒരു നിധി തന്നെയായിരുന്നു മണികണ്ഠൻ. കുഞ്ഞിന്റെ കഴുത്തിലെ അത്ഭുതമായ മോഹിനി രൂപം ഒരിക്കൽ കൂടി കാണണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ശിവൻ വിഷ്ണുവിനോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. വിഷ്ണു അത് സാധിച്ചു കൊടുക്കാൻ തയ്യാറായി. മോഹിനി ഒരിക്കൽ കൂടി ശിവന്റെ മുന്നിൽ തെളിഞ്ഞു. ആ സൗന്ദര്യം ശിവനെ മോഹിനിയിലേക്ക് ആകർഷിച്ചു. ശിവൻ അവളെ ചേർത്ത് പിടിച്ചു. ആ സംഗമം പുതിയൊരു അവതാരപ്പിറവിക്ക് ഹേതുവായി. ഇവൻ ലോകനാഥൻ, ധർമ്മത്തിന്റെ പ്രതീകം. ഇവൻ നമ്മുടെ പുണ്യമാണ്, നമ്മുടെ ജീവിതത്തിന് ഉണർവ് പകർന്ന ജ്യോതിയാണ്. മകനെ, ഈശ്വരൻ നിന്നെ കാത്തുരക്ഷിക്കട്ടെ. സത്യബോധമുള്ളിടത്ത് അജ്ഞാനത്തിന്റെ ഇരുട്ടില്ല. ധർമ്മത്തിന്റെ പാതയിൽ നടന്നവൻ എപ്പോഴും വിജയിയാണ്. റാണി, അയ്യപ്പൻ രാജസിംഹാസനത്തിന് അർഹനല്ല. അവിടുത്തെ മകനാണ് യഥാർത്ഥ അവകാശി. അവൻ എന്റെ ഗർഭത്തിൽ ജനിച്ചിട്ടില്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ ജനിച്ച മകനാണ് മണികണ്ഠൻ. അറവപ്പടയെ തോൽപ്പിച്ചവൻ വാവരെയെയും കീഴടക്കി. അങ്ങനെ അവൻ നാളെ രാജാവിനെയും റാണിയെയും മകനെയും പോലും ഇല്ലാതാക്കും. മണികണ്ഠൻ ഒരിക്കലും അത്തരത്തിൽ പ്രവർത്തിക്കില്ല. എന്നെ തന്റെ മാതാവായി കരുതുന്ന മകനാണ് അവൻ. അങ്ങയൊന്നും ചെയ്യാൻ കഴിയില്ല. രാജ്ഞി, സത്യത്തെ ഒളിച്ചുവെച്ചാൽ രാജ്യം തകർന്നു പോകും. മണികണ്ഠനെ വിശ്വസിക്കരുത്. ദേവ, ഖേദകരമായ കാര്യം അടിയൻ ഉണർത്തിക്കാനുണ്ട്. രാജ്ഞി, മഹാരാജാവേ, ഈ രോഗം ഭേദമാകുവാൻ വേണ്ടത് പുലിപ്പാലാണ്. അയ്യോ, എനിക്കിതെന്താ സംഭവിക്കുന്നത്? തല പൊട്ടിപ്പോകുന്ന പോലെ വേദന. ആരെങ്കിലും എന്നെ സഹായിക്കൂ.
ഞാൻ ശാപനിമിത്തം അസുര സ്ത്രീയായി ഇപ്പോൾ ശാപമോചിതയായിരിക്കുന്നു. എന്നെ വിവാഹം കഴിക്കണമേ. അങ്ങ് എന്റെ പുറത്ത് കയറി പന്തള രാജ്യത്തേക്ക് ഗമിച്ചാലും പുലിപ്പുറത്ത് മണികണ്ഠൻ എന്റെ ദോഷം അനന്തം. നീയോ ദൈവം തന്നെയായിരുന്നു. ക്ഷമിക്കണം മാതാവേ. നീ ഒരു നിമിഷം എന്നെ അവിശ്വസിച്ചു. അപ്പോൾ നിന്റെ വാത്സല്യപാശത്തിൽ നിന്ന് ഞാൻ മുക്തനായി. ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ വാക്കുകൾ എന്നിലെ അവതാര ലക്ഷ്യം ഓർമ്മിപ്പിച്ചതാണ്. എന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി. ഇനി ഞാൻ ശബരിമലയിൽ ഭക്തരുടെ പാതയിൽ നിത്യമായി വാഴും. രാജാവേ, ഈ അസ്ത്രം ചെന്ന് വീഴുന്നിടത്ത് ഒരു ക്ഷേത്രം പണിച്ച് എന്നെ കുടിയിരുത്തുക. അമ്പു വീണ നീലിമല, അതാണ് ഭഗവാൻ ധർമ്മശാസ്താവിന്റെ സന്നിധി, ലേഡർ നൗൺ ആസ് ശബരിമല. സ്വാമിയേ ശരണം അയ്യപ്പ. ദേവപ്രഭോ അയ്യപ്പ, താങ്കളുടെ ദിവ്യസ്ഥാനം നിശ്ചയമായി തെളിഞ്ഞിരിക്കുന്നു. ഈ അസ്ത്രം വീണിടം സന്നിധിയായി മാറ്റേ. അവിടെ ഞാൻ ശാശ്വതമായി വാസം ചെയ്യും, ഭക്തർക്ക് മുക്തി നൽകാൻ. മാതാവിനെയും പിതാവിനെയും അനുഗ്രഹിക്കുന്നു. ഇനി ഞാൻ ഇവിടെ വസിക്കും. എന്നെ കാണുവാൻ വരുന്നവർക്ക് മോക്ഷം ലഭിക്കട്ടെ. ഞാൻ ചെയ്ത പാപങ്ങൾ നീ ക്ഷമിക്കണം. ഇനി ഞാൻ നിന്റെ വഴിയിലൂടെയാകും നടക്കുക. സ്വാമിയേ ശരണം അയ്യപ്പ. സ്വാമിയേ ശരണം അയ്യപ്പ. സ്വാമിയേ ശരണം അയ്യപ്പ.